അപ്പം ഇന്ന് നമ്മുടെ ഈവനിങ് പോത്തുമേക്കലാണ് കാണാം. ഇവിടേക്ക് നല്ല വഴിക്കുണ്ട്. നമ്മുടെ പോത്തൊക്കെ മഴയത്ത് കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പോത്തുകൾ മെയിനുണ്ട്. നനഞ്ഞ് കുളിച്ചിട്ടാണ് മെയിനത്. ഇതാ ഒരാൾ മെയിനുണ്ട്, അതാ രണ്ടാൾ മെയിനുണ്ട്. ഇവർ മെയിന് ലാസ്റ്റ് ആ വൈക്കോലിൽ പോയി മെയിൻ. നമ്മൾ ഇന്ന് രാവിലെയും പോത്തിനെ ഇന്നലെ കെട്ടിയിട്ട് അതേ സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് തന്നെയാണ് വെള്ളവും വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഡെയിലി എടുക്കണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ മാറ്റി മാറ്റി കെട്ടുന്ന സമയത്ത് അവിടേക്ക് ഇവർ കെട്ടിയിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെ വെള്ളം കൊടുക്കുന്നത് കാണിച്ചു തരാത്ത. അതാ കണ്ട പുല്ലൊക്കെ നന്നായിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നന്നായി അടച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചളിയുണ്ട്, ഇതൊരു ചളിയും വെള്ളമാണ്. അപ്പോൾ അത് വേണ്ട, വേറെ രണ്ടാളും അവിടെ മെയിനുണ്ട്. എന്താണ് ഇതിൻ്റെ വയറൊന്ന് ഫുള്ളാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറമ്പുകളിൽ ഇവരെ കെട്ടിയിട്ടിട്ട് പോകുന്നത് കൊണ്ട് ഇവർ അവിടെ തന്നെ കിടന്ന് അവിടുത്തെ പുല്ലുകളൊക്കെ നന്നായിട്ട് മേയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവർ വൈകുന്നേരത്ത് വിടുമ്പോഴും നമുക്ക് ഒരുപാട് സമയം മേയ്ക്കേണ്ടിയൊന്നും വരുന്നില്ല. കാരണം ഇവർ കുറച്ച് സമയം വൈകി വയറ് നിറച്ചിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഗായ്സ്, ഇതാ നമ്മളുടെ പോത്ത് കണ്ട നല്ല കാറ്റും മഴയത്തോടെ മേയുന്നത്. നമ്മളിവിടെ ഒരു കളമുണ്ട്. അപ്പോൾ അവിടെ കളത്തിൽ നെല്ലൊക്കെ വെക്കുന്ന ഒരു വീട് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതാണ്ട് അവർ മെയിൻ വേണ്ട, അവിടെ നല്ല പുല്ലുണ്ട്. നെല്ലിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ വേസ്റ്റ് ഇടുമ്പോൾ അതിൽ വരുന്ന പുല്ലുകൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുതിയ ഫ്രഷ് പുല്ല് വാഴയൊക്കെ മുളയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർ കറമ്പി തിന്നിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. നമ്മുടെ പോത്തുകൾ വേണ്ട എന്താണ് മഴയൊക്കെ കൊണ്ട് മെയിൻ വേണ്ട. അതിന് ആ രോമത്ത് മഴത്തുള്ളികൾ നിൽക്കുന്നത് നല്ല രസമില്ലേ? ഈ പുല്ലുകളിലൊക്കെ മഴത്തുള്ളികൾ നിൽക്കുന്ന പോലെ നല്ല രസമാണ്. അവർ മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് മെയ്യാണ്. ഈ മഴക്കാലം പോകുമ്പോൾ പോത്തുകൾക്ക് ഭയങ്കര ഇതാക്കാം. കാരണം വേനൽക്കാലത്ത് അവർക്ക് ചൂടായി കഴിഞ്ഞ് വെറുതെ നിലവിളിക്കും. മഴക്കാലത്ത് മെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. ഒരു മഴയും കൊണ്ട് സുഖമായിട്ട് മെയ്ഞ്ഞ് എല്ലാവിടെയും പോയി മെയ്ഞ്ഞ് വയറ് നിറച്ചിട്ട് വരും. മഴയൊക്കെ നിന്ന് മൂന്നാളും മെയ്യാണ്. ഞങ്ങളിവിടുത്തെ ഒരു കളത്തിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളില്ല. അപ്പോൾ അവിടെ തന്നെ നിന്ന് നമുക്ക് നോക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പോത്തിനെ മേയ്ക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ മഴയൊക്കെ ചെറുതായി മാറിയിട്ടുണ്ട്. ഇവരെ കെട്ടിയിട്ട് മേയ്ക്കണം എന്ന് വിചാരിക്കും. ഒരാളെ കെട്ടിയിട്ട് ബാക്കി രണ്ടാൾ ഓടില്ലല്ലോ വിചാരിക്കും. പക്ഷേ മൂന്നാളും നന്നായിട്ട് മെയിനോട്ടേ വേറെ നിറയെ അവർക്ക് ഇഷ്ടമുള്ള പോലെ മെയിനോട്ടേ പറഞ്ഞിട്ടാണ് നമ്മൾ കെട്ടിയിടാത്തത്. പിന്നെ നമ്മൾ നന്നായി മേയിച്ച് കഴിഞ്ഞ് ഇവർ കെട്ടിയിടാറുണ്ട്. ആ സമയത്ത് ഇവരങ്ങനെ കെട്ടിയിടുമ്പോൾ അതിൻ്റെ അടുത്തുള്ളൊന്നും മെയില്ല, കൂടുതലും അവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ മീൻ നല്ലോണം വയറ് നിറയ്ക്കാറും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് അഴിച്ചു വിട്ടപ്പോൾ ഇവർ ഫുള്ളായിട്ട് വയറ് നിറച്ച് ഇവർക്ക് മതിയായി, മീൻ മതിയായപ്പോൾ ഇവർ അവിടുത്തെ പാറയിലൊക്കെ പോയി കിടന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മൂന്നാളും നിന്ന് വരിയായി നിന്ന് മെയ്യുന്നുണ്ട്. പിന്നെ ഇവൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇവിടെ മീഞ്ഞ് ലാസ്റ്റ് ഇവരിത് ഈ വൈക്കോല് കണ്ട ഈ വൈക്കോലിൻ്റെ അവിടെ പോയി നിന്ന് വൈക്കോല് തിന്നും. വൈക്കോൽ എന്തായാലും നമ്മൾ രാത്രി ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും ഇവർ പുല്ല് തിന്നണ നല്ല കണ്ട നല്ല പുല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവരിപ്പോൾ ഇതേ മെയിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലുണ്ട് ഇവർ മെയിൻ അപ്പുറത്തൂടെ വരുന്നത്. ഇവൻ്റെ ഷോർട്ട് കട്ട് വഴികളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു ലാസ്റ്റ് കണ്ട വൈക്കോലിൻ്റെ അവിടെ പോയി നിന്ന് മെയിഞ്ഞിട്ട് അതാ പോകുന്നുണ്ട്. വൈക്കോലിൻ്റെ അവിടെ നിന്ന് മെയിഞ്ഞ് മൂന്നാളും വൈക്കോലിൻ്റെ അവിടെ നിന്ന് മെയിനുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ അവരാ വൈക്കോലിൻ്റെ അവിടെ പോയി മെയിന്ന്. ഇപ്പോൾ ഇത്തിരി മഴയൊക്കെ മാറി കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ഇത്ര നേരം നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്തിരി വെയിലൊക്കെ മാറി പോത്തുകൾ മെയ്യുമ്പോൾ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതോ അവരെൻ്റെ പുറകിൽ ആ ഷെഡിൻ്റെ ഉള്ളിൽ വൈക്കോലൊക്കെ തിന്ന് നിൽക്കുന്നുണ്ട്. നമുക്കിനി ആട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് വെള്ളം കൊടുക്കാം. അപ്പോൾ വെള്ളം കൊടുക്കുന്ന വീഡിയോ ഡെയിലി ഇടുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ടതാ ഒരാൾ ചിക്കൻ കാല് വലിക്കുന്ന പോലെ കണ്ട വൈക്കോല് തിന്നണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.